ഹായ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നിവിടെ ഞാൻ ഓൺ വോയിസിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കുണ്ടായ ഒരു ചെറിയൊരു അനുഭവം അത് നിങ്ങളോട് ഷെയർ ചെയ്യാം. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമുക്കൊരു എന്താ പറയുക, വല്ലാത്തൊരു ഹാപ്പി മൊമെൻ്റാണ് അല്ലേ. നമ്മളൊരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അതായത് നമ്മളൊരു അമ്മയാവാണ്. അപ്പോൾ നമ്മളെ കുഞ്ഞിനെ പറ്റിയിട്ടും ഇനിയുള്ള ലൈഫിനെ കുറിച്ചിട്ടും അങ്ങോട്ടുള്ള ഫ്യൂച്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഐ ഹാവ് ബീൻ തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ 20 വർഷം മുമ്പ് ഉണ്ടായതിൻ്റെ ഒരു അനുഭവമായിട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ ചില സ്ത്രീകളിൽ ചില ലേഡീസിനുണ്ടാകുന്ന അനുഭവം, ചില ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് വെച്ചാൽ, എനിക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ലെങ്കിലും എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാമെന്നേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഗുരുതരമായൊരു അവസ്ഥയാണ്. നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് കൂടുതൽ നീണ്ടു നിൽക്കുന്ന, അതായത് കൂടുതൽ കാലം നീണ്ടു പോകുന്ന ഒരു ഡിപ്രഷൻ, അതാണ് PPD, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഭയങ്കരമായ ഒരു എന്താ പറയുക, ഇമോഷണൽ ചേഞ്ചസ് ആണ്. നമുക്ക് എന്താ പറയുക, ഭയങ്കര ദേഷ്യം വരിക, ഇറിറ്റബിലിറ്റി, നമുക്ക് വല്ലാണ്ട് കോപം വരും ആ ഒരു ദിവസങ്ങളിലൊക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് 20 വർഷം മുമ്പ്. ഞാൻ എൻ്റെ മോളെ പ്രസവിച്ചതിന് ശേഷം. പക്ഷേ എനിക്കുണ്ടായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ല കേട്ടോ. അതായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് വെച്ചാൽ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇമോഷണലി ചേഞ്ചസ് ആണ്, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു മൂഡ് സ്വിങ്സ്, ഒരു പ്രത്യേകതര ഒരു ഡിപ്രഷനാണ്. എനിക്കുണ്ടായത് ബേബി ബ്ലൂസ്. അതായത് കുറച്ച് ദിവസങ്ങൾ മാത്രം, നമ്മളെ പ്രസവം കഴിഞ്ഞ് നമ്മൾ അമ്മയായതിനു ശേഷം കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു തരം ഇമോഷണൽ ചേഞ്ചസ് ആണ് എനിക്ക് അന്നുണ്ടായത്. പക്ഷെ ആ ഒരു അവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ ലേഡീസിനെ, അല്ലെങ്കിൽ പെൺകുട്ടികളെ, നമ്മൾ ഒരിക്കലും ഒരു വഴക്ക് പറയേ അല്ലെങ്കിൽ അവരെന്താണോ പറയുന്നതിന് അതിനനുസരിച്ച് നമ്മൾ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. നമ്മളെ പാരൻസും നമ്മളെ സിബ്ലിങ്സും നമ്മളെ ഹസ്ബൻഡും ആരാണെങ്കിലും നമ്മളെ കൂടെ നിൽക്കണം. ഡെലിവറി കഴിഞ്ഞാൽ ആ കുറച്ച് ദിവസം, അതായത് അവരൊന്ന് ആ ഒരു സ്റ്റേജിലേക്ക് അവരൊന്ന് ആ സ്റ്റേജ് അവർ അക്സെപ്റ്റ് ചെയ്യണവരെ നമ്മൾ അവരെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. സത്യത്തിൽ എൻ്റെ പാരൻസും എൻ്റെ സിബ്ലിങ്സും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ നന്നായിട്ട് നിന്നതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടി. ഞാൻ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട്. സത്യത്തിൽ എനിക്കറിയില്ല ഞാൻ എന്തിനാണ് വിഷമിക്കണമെന്ന്. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നത്. ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഞാൻ ആഗ്രഹിച്ച് എനിക്കൊരു പെൺകുഞ്ഞ് ജനിക്കണം എന്ന്. കാരണം ഞാൻ എൻ്റെ പാരൻസിന് ഒരു മോളാണ്. അപ്പോൾ എനിക്ക് ഒരു പെൺകുഞ്ഞ് വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് മോൾ തന്നെ. അപ്പം എനിക്കൊരു കൂട്ട് എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ശരിക്കും ഒരു ഹാപ്പി മൊമെൻ്റാണ് ആ സമയമൊക്കെ. പക്ഷേ ആ സമയത്ത് ഞാൻ അനുഭവിച്ചത് മറ്റൊന്നാണ്. കാരണം രാത്രി ഉറക്കില്ല, കുഞ്ഞിനെ ഞാൻ നോക്കുന്ന പോലെയില്ല, ശരിക്കും ഫീഡിങ് ഒന്നും നടക്കുന്നില്ല, ഭയങ്കരമായ ടെൻഷനും കാര്യങ്ങളും. അതൊരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അനുഭവിക്കുന്ന, അതായത് പ്രസവം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന പെൺകുട്ടികളോട് നമ്മളെപ്പോഴും അവരെ കൂടെ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് എന്താണോ ആവശ്യം അത് അവർക്ക് നിറവേറ്റി കൊടുക്കാം. അല്ലെങ്കിൽ അവർ തകർന്നു പോവും. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നാം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ആളുകൾ, അതായത് എൻ്റെ പാരൻസ്, എൻ്റെ ഉപ്പ അമ്മ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ ഹസ്ബൻഡ്, അവർക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുമോ, അതായത് എൻ്റെ മനസ്സെപ്പോഴും ഇങ്ങനെ കരയാം. എൻ്റെ മനസ്സിൽ പേടി, അതായത് ഇവരെനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി. ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടുമോ, ആരെങ്കിലും എന്തെങ്കിലും കഥകൾ എന്തെങ്കിലും. അപ്പോൾ നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ ശരിക്കും നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന ഒരു ലേഡീൻ്റെ അടുത്ത് പോയിട്ട് വേറൊരു കുട്ടി മരിച്ച കഥകളൊന്നും പറയരുത്. അപ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ വരും, എൻ്റെ കുട്ടിക്ക് അതേപോലെ സംഭവിക്കും. അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾ, അവിടെ ഒരു കുട്ടി തൊട്ടിൽ ഛർദ്ദിച്ച് മരിച്ച്,
ഫീഡിങ് കഴിഞ്ഞിട്ട് തൊട്ടിൽ കിടത്തിയതായിരുന്നു. പിന്നെ കുട്ടി മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ കുട്ടി ഛർദ്ദിച്ചിട്ടുണ്ട്, കുട്ടി മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്ക് അങ്ങനെ സംഭവിക്കുമോ? അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തൊട്ടിൽ പോയി നോക്കാം. പിന്നെ കുട്ടീനെ തൊട്ടിൽ കിടത്തുന്നില്ല, ഞാൻ എൻ്റെ കൂടെ തന്നെ കിടത്താം. അങ്ങനെയൊക്കെയുള്ളൊരു മാനസിക ഒരു തരം വിഭ്രാന്തി നമുക്ക് വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ശരിക്കും പ്രസവിച്ച് പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കരുത്. പിന്നെ അവർക്ക് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ, അവരെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, പറയുക, അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അന്ന് അനുഭവിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ പേടിച്ച് ഇവരൊക്കെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നായിരുന്നു. അങ്ങനെ പിന്നെ അത് 15 ദിവസം കഴിഞ്ഞപ്പം ഒരു 2 വീക്സ്, ആഫ്റ്റർ 2 വീക്സ് കുഴപ്പമില്ല, നോർമലി ഡേയ്സിലേക്ക് പോയി ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 4 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും പ്രഗ്നൻ്റായി. ഞാൻ അതിൻ്റെ മുമ്പ് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പം അടുത്ത് ഞാനൊരു കാര്യം അറിഞ്ഞത്, ഒരു കുട്ടീൻ്റെ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ അറിഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഡെലിവറി കഴിഞ്ഞിട്ട് ഇതേപോലെ ഞാൻ അനുഭവിച്ചൊരു കുട്ടി സത്യത്തിൽ ഇപ്പോഴും ആ കുട്ടി ആ ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ്. വർഷങ്ങളായി ഡെലിവറി കഴിഞ്ഞിട്ട്, പക്ഷേ അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്. അത് ശരിക്കും നമ്മൾ ഹോപ്പ്ലെസ് ഫീലിങ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും ഒരു കൗൺസിലറെ, ഒരു ഡോക്ടറെയൊക്കെ നമ്മൾ എന്തായാലും മീറ്റ് ചെയ്യണം. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അതായത് ദിവസങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നമ്മൾ കാണിക്കണം. അത് മറ്റൊരു രീതിയാണ്. അപ്പോൾ അതങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഞാനും ഒരവസ്ഥയിലുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പാരൻസ്, എൻ്റെ ബ്രദേഴ്സൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ ആ അവസ്ഥയിൽ നിന്ന് നോർമലായിട്ട് വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം. എന്തായാലും എല്ലാവർക്കും പഠിച്ചോനെ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കട്ടെ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് 4 വർഷം കഴിഞ്ഞിട്ട് രണ്ടാമത് പ്രഗ്നൻ്റായി. പ്രഗ്നൻ്റായ സമയത്ത് എൻ്റെ പാരൻസിനും എൻ്റെ ബ്രദേഴ്സിനൊക്കെ ഒരു ടെൻഷനായിരുന്നു, എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഒരു ടെൻഷനായിരുന്നു. കാരണം മോളെ പ്രസവിച്ച സമയത്ത് ഞാൻ അനുഭവിച്ച അതേ അനുഭവം ഇനിയിപ്പോൾ ഈ ഒരു പ്രസവത്തിൽ ഉണ്ടാവുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവർക്ക്. സത്യത്തിൽ എനിക്കും ഉണ്ടായിരുന്ന ആ ഒരു ടെൻഷന്, പഠിച്ചോനെ ഇതേപോലെ ഇനിയും അനുഭവിക്കേണ്ടി വരുമോ. നമുക്ക് ഡെലിവറി പെയിൻ അല്ല, നമുക്ക് ശരിക്കും ആ ഒരു പെയിനേക്കാളും ഞാൻ പേടിച്ചിരുന്നത് ഡെലിവറിക്ക് ശേഷം, അതായത് ആഫ്റ്റർ ഡെലിവറി ഞാൻ ആ ഒരു ഇമോഷണൽ ചേഞ്ചസിലേക്ക് പോവുമോ എന്നാണ് ഞാൻ പേടിച്ചത്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലന്ന് ഞാൻ മോളെ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ ഇമാജിൻ ചെയ്തത് എൻ്റെ ബ്രദേഴ്സിനെ എനിക്ക് നഷ്ടപ്പെടുമോ, എൻ്റെ ഉമ്മനിപ്പം എനിക്ക് നഷ്ടപ്പെടുമോ, എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് നഷ്ടപ്പെടുമോ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ രണ്ടാമത്തത് ഞാൻ പ്രസവിക്കുന്ന ആ ഒരു സമയത്ത് ഇവർക്കെല്ലാവരും ആ ടെൻഷൻ അടിക്കുമ്പോഴും ഞാനും ആ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും സത്യത്തിൽ അന്ന് അനുഭവിച്ച ആ ഇമാജിനേഷന് ഇന്ന് അത് റിയലായി എന്നുള്ളത് പറയാം. കാരണം എൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൻ്റെ ആ സമയത്ത് എൻ്റെ ബ്രദർ മരിക്കുന്നത്, ഞാൻ ആ ഒരു സ്റ്റോറി പറയാനല്ല, ഞാൻ എൻ്റെ PPD എന്താണ്, ബേബി ബ്ലൂസ് എന്താണെന്നുള്ളത് ഒന്ന് പറയണം തോന്നി, അത് മാത്രം.